ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇനി വുളൂഇൻ്റെ കറാഹത്തുകൾ. വുളൂഇൽ ചില കാര്യങ്ങൾ കറാഹത്താണ്. മക്റൂഹാത്തുൽ വുളൂഇ അതാണ് വിവരിക്കുന്നത്. ഒന്ന്, തഖ്ദീമുൽ യുസ്ര മിൻ യദൈഹി വ റിജ്ലൈഹി അലൽ യുംന. കാല് കഴി ഇവകളിൽ വലത്തതിനെ മുന്തിക്കലാണ് സുന്നത്ത്, നേരെ തിരിച്ചാകൽ കറാഹത്താണ്. അപ്പോൾ ഒരാൾ ഇടത്തെ കാല് ആദ്യം കഴുകിയാൽ സുന്നത്ത് കിട്ടില്ല എന്ന് മാത്രമല്ല, കറാഹത്ത് ചെയ്ത ഒരവസ്ഥയിലേക്ക് അവനെത്തും. അൽ മുബാലഗത്തു ഫിൽ മൽമലത്തി വൽ ഇസ്തിൻസാക്കി ലിസ്വായിം. നോമ്പുകാരനാകുമ്പോൾ വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ, മൂക്കിൽ വെള്ളം കയറ്റിച്ചേറ്റുമ്പോൾ കൂടുതൽ ശക്തി പ്രയോഗിക്കുക, അത് കറാഹത്താണ്. അൽ ഇസ്തിആനത്തു ബിമൻ യുതഹിറു അഅ്ളാഅഹു. അവയവങ്ങൾ ശുദ്ധി വരുത്താൻ ആളുകളോട് സഹായം ചോദിക്കുക. ഐസുലാ ഉദറ, യാതൊരു കാരണവുമില്ലെങ്കിൽ ഇവന് സുഖമായിട്ട് കഴിയും, അത്തരവസ്ഥയിൽ കാലൊന്ന് കഴുകിക്കൊണ്ടുക, അല്ലെങ്കിൽ എൻ്റെ കൈ ഒന്ന് കഴുകി തരണം എന്ന് പറഞ്ഞ് മറ്റൊരാളോട് സഹായം ചോദിക്കുക. ബി ഖിലാഫിൽ ഇസ്തിയാത്തി ഫി സബ്ബിൽ മായി. വെള്ളം ചൊരിച്ചു തരാൻ മറ്റൊരാൾ സഹായം ചോദിക്കൽ അത് കറാഹത്തല്ല. അതേ സമയത്ത് കഴുകാൻ വേണ്ടി മറ്റൊരാൾ ആവശ്യപ്പെടുക, അത് കറാഹത്താണ്. വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടി സഹായം ചോദിക്കൽ കറാഹത്തില്ല. ഫഇന്നഹ ഖിലാഫുൽ ഔല, അതും നല്ലതിനെതിരാണ്. അതേ സമയത്ത് കറാഹത്തില്ല. വഅമ്മൽ ഇസ്തിയാതു ഫി ഇളാറിൽ മായി ഫലാ ബഅസ ബിഹാ. അല്പം വെള്ളം, ഒളു എടുക്കാനുള്ള വെള്ളം ദൂരെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചു തരാൻ ഒരാളോട് സഹായം ചോദിക്കൽ അത് കുഴപ്പമില്ല. അപ്പം വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടി സഹായം ചോദിക്കൽ അത് ഖിലാഫുൽ ഔലയാണ്. അവയവം കഴുകാൻ വേണ്ടി സഹായം ചോദിക്കൽ അത് കറാഹത്താണ്. 4, അൽ ഇസ്രാഫു ഫിൽ മായി. വെള്ളത്തിൽ അമിതമായി ഉപയോഗിക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ വെച്ചാകട്ടെ, അതുപോലെ പൊതുസ്ഥലങ്ങളിൽ വെച്ചാകട്ടെ, നമ്മൾ വുദു കൊടുക്കുമ്പോൾ മിതത്വം പാലിക്കണം. ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം ഉപയോഗിക്കണം. വെള്ളം അമൂല്യമാണ് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആവശ്യത്തിനല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല. കൈ യഹുദ സിയാദത്തൻ അമ്മാ യക്ഫിൽ വുളുവ ഫിൽ ഉർഫി. സാധാരണയിൽ അവയവം കഴുകാൻ ആവശ്യമാകുന്നൊരു വെള്ളമുണ്ട്, അതിലപ്പുറം അധികമായി എടുക്കുന്നത് അത് ഇസ്രാഫാണ്, അത് പാടില്ലാത്തതാണ്. ഇൻകാനൽ മാവു വയറ മൗക്കൂഫിൻ. വുളു ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളം അല്ലെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. വുളു ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിലോ അമിതെടുക്കൽ ഹറാമാണ്. വൈല്ലാ ഫഹറാമുൻ, അങ്ങനെയാണെങ്കിൽ അതെടുക്കൽ ഹറാമാണ്. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട കാര്യത്തിനെ വെള്ളം ഉപയോഗിച്ചുകൂടും. കുടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവച്ച വെള്ളം എടുത്തിട്ട് വുളു എടുക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അത് സിയാദത്തു അല സലാസി, 3നേക്കാൾ അധികമാകൽ കറാഹത്താണ്. വൻ നഖ്സു അൻഹ, 3നേക്കാൾ കുറയലും കറാഹത്താണ്. വയൗഹുദു ഷാക്കു ബിൽ യക്കീനി, സംശയമുള്ളവൻ ഉറപ്പനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം 3 2 എന്നൊരാൾ സംശയിച്ചാൽ 2 ഉറപ്പിക്കുക, ഒന്നുകൂടി കഴുകുക. അൻ യതവല്ലാ ഫി മാഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുദു എടുക്കൽ. വൈരി മുസ്തബ്ഹറിൻ, വലിയ ബഹർ പോലെ എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥയിലെത്താത്ത, അതിൻ്റെ കണക്ക് പണ്ഡിതന്മാർ പറയുന്നത് ഒരു തലക്ക് വെള്ളങ്ങൾ അനക്കിയാൽ മറ്റേ തല അനങ്ങരുത്. ആ വലുപ്പമുള്ള വലിയ കുളം, അതൊന്നൊക്കെ പറ്റും. ഇപ്പം ചെറിയ പാത്രം, അത് 2 കുല്ലത്തോ 4 കുല്ലത്തോ 10 കുല്ലത്തോ ഉണ്ടെങ്കിലും അതിലേക്ക് കാണിച്ച് ഒതുവെടുക്കുക എന്നുള്ളത് അത് മോശമാണ്. അപ്പം ചെറിയ ഹൗദിൽ നിന്നൊക്കെ ഒതുവെടുക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് പുറത്തോട്ട് കാണിച്ചുകൊണ്ടാണ് ഒതുവെടുക്കേണ്ടത്. അതാണ് വൃത്തി. അസിവാക്കു തൂലൻ ഫിൽ അസ്നാനി വ അർലൻ ഫിൽ ലിസാനി. നേരത്തെ നമ്മൾ പല്ല് തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മിസ്വാക്ക് ചെയ്യൽ പല്ലിൽ അത് അർലൻ വീതിയിലാണെന്നും നീളത്തിലാണെന്നും നാവിലാകുമ്പോൾ വീതിയിലാകണം എന്നും നേരത്തെ നമ്മൾ പറഞ്ഞത് പല്ലിലാകുമ്പോൾ വീതിയിലാകണം എന്നാണ്. അതേസമയത്ത് അതിന് വിരുദ്ധമായി പല്ലിൽ നീളത്തിലും നാവിൽ വീതിയിലും തേക്കുക എന്നത്, മിസ്വാക്ക് ചെയ്യുക എന്നത് കറാഹത്താണ്. നേരത്തെ പറഞ്ഞതിനെതിരെ അത് കറാഹത്താണ്. 8ാമത്തത് തർക്കു ഷൈഇൻ മിന തസ്മിയത്തി
കുറേ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ഉപേക്ഷിക്കൽ കറാത്താണ്. അതേതൊക്കെയാണ്? ബിസ്മി ഉപേക്ഷിക്കൽ കറാത്താണ്. അതുപോലെ മൽമലത്തി, വായിൽ വെള്ളം കുപ്പിക്കൽ ഉപേക്ഷിക്കൽ കറാത്താണ്. ഇസ്തിൻസാഖ്, അത് ഉപേക്ഷിക്കൽ കറാത്താണ്. വൽ വിലായി, തുടരാവുക എന്നുള്ളൊരു സുന്നത്തുണ്ട്, അത് ഉപേക്ഷിക്കൽ കറാത്താണ്. വദ്ദൽക്ക്, തേച്ച് കഴുകൽ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാത്താണ്. വ തഹ്ലീലി കസീബിൽ ലഹിയത്തി വൽ ആരലി, താടി, ലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ, ആരിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇതിൽ തിങ്ങിയതാണെങ്കിൽ ഇവിടേക്ക് വെള്ളം എത്തിച്ച് ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് ഉപേക്ഷിക്കൽ കറാത്താണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നവാഖിദുൽ വുളൂഇ, ഇനി മറ്റൊരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വുളു മുറിയുന്ന കാര്യങ്ങൾ. ഇതുവരെ വുളുവിൻ്റെ സുന്നത്തുകളും വുളുയിൽ ഉണ്ടാകുന്ന കറാത്തുകളുമൊക്കെ ചർച്ച ചെയ്തു. ഇനി വുളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ. നവാഖിദുൽ വുളൂഇ അർബഅത്തുൻ, 4 കാര്യങ്ങളാൽ വുളു മുറിഞ്ഞു പോകും. അതിൽ ഒന്നാമത്തത് തയക്കുനു ഖുറൂജ് ശൈഇൻ മിൻ ഖുബുലിൽ ഹയ്യി ഔ ദുബരിഹി, ഹയാത്തുള്ള ഒരാൾ, അയാളുടെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ട് എന്ന് ഉറപ്പാകുക. സംശയം തോന്നിയിട്ടേ ഉള്ളൂ, പുറപ്പെട്ടിട്ടില്ല, അതുകൊണ്ടൊന്നും മുറിയില്ല. പുറപ്പെട്ടു എന്ന് ഉറപ്പ് വന്നാൽ വുളു മുറിഞ്ഞു. മുഅ്താദൻ കാനൽ ഖാരിജു, ഈ പുറത്തു വന്ന സാധനം സാധാരണയിൽ പുറത്തു വരുന്നതാകട്ടെ, കബൗലിൻ വഗായത്തിൻ, മൂത്രം, മലം, വറുതൂബത്തി ഫർജിൻ, ഗുഹ്യഭാഗത്തുണ്ടാകുന്ന നനവ്, ഖറജത്ത് ഇല മാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമാകുന്ന ഒരു പരിധിയിലേക്ക് ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ഇത്തരം വസ്തുക്കളൊക്കെ പുറത്തു വന്നാൽ അത് കാരണമായി വുളൂ മുറിയുന്നതാണ്. അംല, പതിവായി വരുന്നതാകാത്തതാകട്ടെ, നേരത്തെ പറഞ്ഞത് പതിവായി വരുന്നതായാലും വുളൂ മുറിയും. അംല, പതിവായി വരുന്നതല്ല എങ്കിലും വുളൂ മുറിയും. കദൂദിൻ, പുഴു വന്നു, ഈ ദ്വാരങ്ങളിലൂടെ ഒരു പുഴു പുറത്തു വന്നാൽ, അല്ലെങ്കിൽ വദമിൻ, രക്തം പുറത്തു വന്നാൽ, അല്ലെങ്കിൽ വഹസാത്തിൻ, കല്ല്, അത് പുറത്തു വന്നാൽ, ഏത് കല്ലാലും ശരി, മൂത്രത്തിലെ കല്ല് എന്ന് പറയുന്നൊരു കല്ലുണ്ട്, അത് സാധാരണ കല്ലല്ല, ആ കല്ല് പുറത്തു വന്നാലും എന്താവും? വുളു മുറിയും. ഇല്ലാ മനിയ ശഖ്സി, ഒരു വ്യക്തിയുടെ മനിയ് പുറപ്പെട്ടാൽ വുളു മുറിയുന്നതല്ല. ഫഇന്നഹു ഗൈറു നാഖിലിൽ ലിൽ വുളൂഇ, അത് വുളുവിനെ മുറിക്കുകയില്ല. അത് വുളുവിനെ മുറിക്കില്ല എന്ന് പറഞ്ഞാൽ ബൽഹുവ മൂജിബുൽ ലിൽ ഗുസ്ലി, കുളിയെ നിർബന്ധമാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് മനിയ് പുറപ്പെട്ട ഒരാൾ കുളിയെ മാത്രം കരുതി, വുളുവിനെ കരുതിയില്ല, എന്നാൽ കുഴപ്പമില്ല, വുളു അയാൾക്കുണ്ടാവും. അമ്മൽ മയ്യിത്ത് ഫലാ യന്തഖിലു തഹാറത്തുഹു, മയ്യിത്തിന് വരുത്തിയ ശുദ്ധി മുറിഞ്ഞു പോകൂല. ബി ഖുറൂജി ശൈഇൻ മിന്നു, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം പുറപ്പെടൽ കൊണ്ട്. അപ്പം മയ്യിത്ത് കുളിപ്പിച്ചതിന് ശേഷമാണ് വയറ്റിൽ നിന്ന് വല്ലതും ഈ ദ്വാരത്തിലൂടെ പുറത്തു വന്നത്. അങ്ങനെ പുറത്തു വന്നാൽ കുളി മാറ്റേണ്ടതില്ല, വുളു മാറ്റേണ്ടതില്ല, ശുദ്ധി അത് കഴുകി കൊടുത്താൽ മാത്രം മതി. വലൗകാന അഹദു സബീലൈനി മുൻസദ്ദൻ ഇൻസിദാദൻ ഖിൽക്കിയൻ, രണ്ടാലൊരു ദ്വാരത്തിലൂടെ എന്നാണല്ലോ പറഞ്ഞത്. ആ രണ്ടാലൊരു ദ്വാരം അടഞ്ഞു കിടക്കുന്നതാണ്. ഇൻസിദാദൻ ഖിൽക്കിയൻ, സൃഷ്ടിപ്പിൽ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ലൈംഗിക അവയവമുണ്ട്, പക്ഷേ ദ്വാരമില്ല. ദ്വാരം ഇല്ലാത്തതുകൊണ്ട് മൂത്രം അതിലൂടെ വരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ നഖല ബി ഖുറൂജിൽ മുഅ്താദി മിൻ അയ്യി മഹലിൻ, ഏതു ഭാഗത്തിലൂടെ മൂത്രം പുറത്തു വന്നാലും വുളു മുറിയും. അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ പൊക്കിളിലൂടെ പുറത്തു വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തിലൂടെ പുറത്തു വന്നു. അങ്ങനെയൊക്കെ പുറത്തു വന്നാൽ അത് കാരണമായി വുളു മുറിയും. അമ്മ ഇതാ കാനൽ ഇൻസിദാദു ആരിലൻ, പ്രകൃതിപരമായി തന്നെ സൃഷ്ടിപ്പിൽ തന്നെ അടഞ്ഞു കിടക്കുന്നില്ല, ഇപ്പോൾ എന്തോ ഒരു തടസ്സം വന്നതാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഫലാ നഖ്ല, വുളു മുറിയൂല. ഇല്ലാ ബിമാ ഖറജ മിൻ സുഖ്ബത്തിൻ തഹത സുർറത്തിൻ, പൊക്കിളിൻ്റെ താഴ്ഭാഗത്ത് ഒരു താൽക്കാലികമായ ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ വല്ലതും പുറപ്പെടുകയാണെങ്കിൽ വുളു മുറിയും. അങ്ങനെ പുറപ്പെട്ടാലേ വുളു മുറിയൂ. ഇംഫതഹത്ത് ലഹു സുഖ്ബത്തുൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദ്വാരം ഉണ്ടായി, തുറന്നു. വൽ അസ്ലിയു മുൻഫത്തിൻ, അസ്ലിയായ ദ്വാരം തുറന്നിരിക്കെ വേറൊരു ദ്വാരം തുറന്നു.
അപ്പം ഫല നഖ്ല വുളു മുറിയൂല ബിമാ ഖറജ മിൻഹ അതിലൂടെ പുറപ്പെട്ട വസ്തു കൊണ്ട് ഫി അയ്യ മാലിങ്കാന ഏത് ഭാഗത്തിലൂടെയാണെങ്കിലും ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ അസ്ലിയായ ഒരു ദ്വാരം തുറന്നിരിക്കെ മറ്റൊരു ദ്വാരത്തിലൂടെ പുറപ്പെട്ടാൽ അത് മുറിയൂല. അതേ സമയത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. മുന്തുവാരം അടിഞ്ഞുപോയി അല്ലെങ്കിൽ പിന്തുവാരം അടിഞ്ഞുപോയി. അത്തരമൊരു ഘട്ടത്തിൽ താൽക്കാലികമായി അല്ലെങ്കിൽ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി അടച്ചു, എന്നിട്ട് താൽക്കാലികമായി മറ്റൊരു ദ്വാരം തുറന്നു. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ പൊക്കിളിൻ്റെ താഴ്ഭാഗത്ത് തുറന്ന ദ്വാരമാണെങ്കിൽ ആ ദ്വാരത്തിലൂടെ പുറപ്പെടുമ്പോൾ വുളു മുറിയും. വസാനിഹ വുളു മുറിയുന്ന രണ്ടാമത്തെ കാര്യം സവാലു തമ്മീസി ബിൽ ജുനൂനി അവിൽ യഗ്മായി അവിസ്സർഇ അവിസ്സുക്രി അവിന്നൗമി. ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധി നീങ്ങലാണ്. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ഒരുപക്ഷെ ഭ്രാന്തായി, അല്ലെങ്കിൽ ബോധം കെട്ടുപോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തകരാറ് സംഭവിച്ചു, ലഹരി ബാധിച്ചു, അല്ലെ ഉറങ്ങിപ്പോയി, ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങളാൽ ബുദ്ധിയുടെ വകതിരിവ് അങ്ങ് നീങ്ങിപ്പോയാൽ വുളു മുറിയും. അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോകുമ്പോൾ വുളു മുറിയുന്ന മറ്റു കാര്യങ്ങൾ ഉണ്ടായോ ഉണ്ടായില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വുളു മുറിഞ്ഞു പോകുന്നത്. ഇല്ലാ ബിനൗമി ഖായിദിൻ മുമക്കിനിൻ മഖ്അദഹു മിനൽ അർള് ഭൂമിയിലുള്ള ഇരിപ്പിടവുമായി ഉറപ്പിച്ചിരുന്ന ഒരാൾ, അങ്ങനെ ഉറപ്പിച്ചിരുന്നപ്പോൾ ഒരാൾ ഉറങ്ങി, ആ ഉറക്ക് കൊണ്ട് വുളു മുറിയൂല. കാരണം വുളു മുറിയുന്ന കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ബിഐസു ലാ യകൂനു ബൈനൽ മഖ്അദി വൽ മഖറി തജാഫിൻ ഇവൻ ഇരുന്ന ഇരിപ്പിടത്തിൻ്റെയും ഇവൻ്റെ ഉറപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്തിൻ്റെയും ഇടയിലൊരു വിടവില്ല. വുളു മുറിഞ്ഞു പോകാൻ സാധ്യതയില്ല. ആ നിലക്ക് ഭദ്രമായിരിക്കുന്ന ഒരാളുടെ ഉറക്ക് കൊണ്ട് വുളു മുറിയൂല. വലാ യന്തഖിലുൽ വുളു ബിന്നുവാസി തൂങ്ങിയിറങ്ങിയ ഒരാൾ, ആ തൂക്കിയുറക്കം കൊണ്ട് വുളു മുറിയൂല. ഒമിൻ അലാമാത്തിഹി തൂക്കിയുറക്കത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സമാഉ ഖലാമിൽ ഹാദിരീന മാ അദമിഫ അടുത്തുള്ള ആൾക്കാരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. ആ നിലക്കൊരു ചെറിയ ഉറക്കം ഒരാൾക്ക് ഉറങ്ങിപ്പോയി, ആ ഉറക്കം കൊണ്ട് വുളു മുറിയൂല. കാരണം എന്താണ്? ഒരു ചെറിയ ബോധം അവിടെ ഉണ്ടാവും. വുളു മുറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അയാൾ അറിയും. ഇനി മൂന്നാമത്തെ കാര്യം മസ്സു ഫർജിൽ ആദമി മനുഷ്യൻ്റെ ഗുഹ്യഭാഗം തൊടലാണ്. ബിദൂനി ഹായിലിൻ മറയില്ലാതെ തൊടൽ. അംദൻ ഔസ മനഃപൂർവ്വം തൊട്ടാലും വുളു മുറിയും, മറന്നിട്ട് തൊട്ടാലും വുളു മുറിയും. തൗ അൻ ഔ കർഹൻ നിർബന്ധിച്ച് തൊട്ടാലും വുളു മുറിയും, അല്ലാതെ ഇഷ്ടപ്രകാരം തൊട്ടാലും വുളു മുറിയും. നിർബന്ധിതനായി ഒരാൾ കൈ അവിടേക്ക് തൊടിയിച്ചു, അത് കാരണമായിട്ടാണ് തൊട്ടത്, അങ്ങനെയാണെങ്കിൽ വുളു മുറിയും. വുളു മുറിയാൻ അവന് പ്രത്യേക നിയ്യത്ത് ചെയ്യണമെന്നില്ല എന്നർത്ഥം, തൊട്ടാൽ മതി. ബി ഷഹ്വത്തിൻ്റെ ഉബിദൂനിയ വൈകാരിക താല്പര്യത്തോടെ തൊടട്ടെ അല്ലാതെ തൊടട്ടെ, എന്തായാലും വുളു മുറിയും. ഖുബുലൻ ഖാനൽ ഫർജു ഔ ദുബുറൻ മുൻദ്വാരം തൊട്ടാലും പിൻഭാഗം തൊട്ടാലും വുളു മുറിയും. മിൻ നഫ്സിഹി വഗൈരി സ്വന്തം തന്നെ ലൈംഗിക അവയവം തൊട്ടാലും വുളു മുറിയും, മറ്റൊരാളുടെ തൊട്ടാലും വുളു മുറിയും. മുത്തസിലൻ ഔ മുൻഫസിലൻ ചേർന്നു നിൽക്കുമ്പോൾ തൊട്ടാലും വുളു മുറിയും, പിരിഞ്ഞു പോയതിന് ശേഷം തൊട്ടാലും വുളു മുറിയും. സക്കറൻ ഖാനൽ ആദമിയു ഔ ഉൻസ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെ തൊട്ടാലും മുറിയും, സ്ത്രീയുടെ തൊട്ടാലും മുറിയും. സഗീറൻ ഔ കബീറൻ അവിടെ ചെറിയത് വലിയത് എന്ന വിഭജനമല്ല, ആരുടേതാണെങ്കിലും. ഹയ്യൻ ഔ മയ്യത്തൻ മയ്യത്തിൻ്റെ തൊട്ടാലും മുറിയും, ഹയാത്തുള്ളതിൻ്റെ തൊട്ടാലും വുളു മുറിയും. ബിബാത്തിനിൽ കഫി തൊടുന്നത് ഈ മുൻകൈയിൻ്റെ പള്ള കൊണ്ടാകണം. അപ്പം ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ വുളു മുറിയൂല. ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ ഈ പറഞ്ഞ ഏത് രൂപത്തിലുള്ള തൊടലാണെങ്കിലും വുളു മുറിയും. വൽ മുറാദു ബിദ്ദുബിരി പിന്തുവാരം തൊട്ടാൽ വുളു മുറിയും എന്ന് പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം എന്താണ്? മുൽത്തക്കൽ മംഫദി ദ്വാരം സംഗമിക്കുന്ന ആ ഭാഗം തൊട്ടാലാണ്, കൂടി നിൽക്കുന്ന ആ ദ്വാരം തൊട്ടാലാണ് വുളു മുറിയ. അബിൽ കുബുലി മുൻദ്വാരം തൊട്ടാൽ എന്ന് പറഞ്ഞത് കൊണ്ട് ജമീഉദ്ദക്കരി മിനർ റജുലി പുരുഷനാണെങ്കിൽ അവൻ്റെ ലൈംഗിക അവയവം എവിടെ തൊട്ടാലും വുളു മുറിയും. വശുഫ്രത്തൈനി മിനൽ മർഅത്തി സ്ത്രീയുടേതാകുമ്പോൾ രണ്ട് ചേരുന്ന ഭാഗം തൊട്ടാലാണ് വുളു മുറിയ. വലാ യങ്കുസു മസ്സുൽ ആനത്തി ഗുഹ്യരോമം തൊട്ടാൽ വുളു മുറിയുന്നില്ല. വ ബാത്തിനിൽ അല്യത്തി ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും വുളു മുറിയൂല.
വലാ മസ്സുൽ ഫർജി ബിറൂസിൽ അസാബി, വിരലുകളുടെ തല കൊണ്ടാണ് ഗുഹ്യഭാഗം തൊടുന്നത്, അതുകൊണ്ട് വുളു മുറിയൂല. ഉൾഭാഗം തൊട്ട് തൊടണമെന്ന് പറഞ്ഞു. ഒമാ ബൈനഹ, വിരലുകൾക്കിടയിൽ, രണ്ട് വിരലിൻ്റെ ഇടയിലുള്ള ഭാഗം കൊണ്ട് തൊട്ടാലും വുളു മുറിയൂല. വഹർഫിഹ, അതിൻ്റെ സൈഡ് കൊണ്ട് തൊട്ടാലും വുളു മുറിയൂല. വഹർഫിർ റാഹത്തി, ഈ കൈയിൻ്റെ സൈഡ്, ഈ ഭാഗം കൊണ്ട് തൊട്ടാലും വുളു മുറിയൂല. വലാ യന്തഖിദു വുളൂഇൽ മംസൂസി, തൊടപ്പെട്ടവൻ്റെ വുളൂ എന്തായാലും മുറിയുന്നില്ല, തൊട്ട ആളുടെ വുളൂ മാത്രമാണ് മുറിയുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, വറാബി ഉഹ, വുളു മുറിയുന്ന കാര്യങ്ങളിൽ നാലാമത്തത് തലാഖി ബശറത്തൈ ദക്കരിം വ ഉൻസ, ആണ് പെണ്ണിൻ്റെ തൊലികൾ പരസ്പരം ചേരലാണ്. കബീറൈനി, വലിയവരായ ആണും പെണ്ണും. വൈരി മഹ്റമൈനി, കല്യാണബന്ധം ഹറാമായ ആളുകൾ, അവരല്ലാത്ത. ബി വൈരി ഹായിലും, മറയില്ലാതെ. അംദൻ കാന തലാഖി ഔ സഹവൻ, ഈ പരസ്പരം തൊലി ചേരുക എന്നത് മനഃപൂർവമാകട്ടെ മറന്നുകൊണ്ടാകട്ടെ. തൗ അൻ ഔ കർഹൻ, വിധേയപ്പെട്ടുകൊണ്ടാകട്ടെ നിർബന്ധ രൂപത്തിലാകട്ടെ. ബി ഷഹവത്തിൻ ഔ ബിദൂനിഹ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകാരിക താല്പര്യത്തോടു കൂടിയാകട്ടെ അതില്ലാതെയാകട്ടെ. വലു ഖാനത് ദക്കറു ഹരിമൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു പടുകിളവനാണ്. ഔ ഹസിയൻ, അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം ഇല്ലാതെയാക്കപ്പെട്ട ആളാണ്. വൽ ഉൻസ, സ്ത്രീ അജൂസൻ ഷൗആ, വിരൂപിയാണ്, അതോടൊപ്പം തന്നെ കിളവിയുമാണ്. ഔ ഖാന അഹദുമാ മയ്യിത്തൻ, അല്ലെങ്കിൽ ആണ് പെണ്ണ് ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ലാക്കില്ല എന്തെങ്കിലും വുളൂഇൽ മയ്യത്തി, മയ്യത്തിൻ്റെ മയ്യത്തിനെ തൊട്ടാൽ മയ്യത്തിൻ്റെ വുളു മുറിയൂല. മയ്യത്തിന് വുളു എടുത്ത് കൊടുക്കണം, അതോടൊപ്പം കുളിപ്പിക്കുകയും വേണം. എന്നാൽ അങ്ങനെയുള്ളൊരു മയ്യത്തിനെ ഒരു പെണ്ണ് അന്യ സ്ത്രീ വന്ന് തൊട്ടാൽ, പുരുഷനാണ് മയ്യത്തെങ്കിൽ ഈ മയ്യത്തിൻ്റെ വുളു മുറിയൂല. തൊട്ട പുരുഷൻ്റെ, അല്ലെങ്കിൽ മയ്യത്ത് സ്ത്രീയാണെങ്കിൽ തൊട്ട പുരുഷൻ്റെ, മയ്യത്ത് പുരുഷനാണെങ്കിൽ തൊട്ട സ്ത്രീയുടെ വുളു മുറിയും. ബലിൽ ഹയ്യി ഫഖദ്, ജീവനുള്ള ആളുടേത് മാത്രമേ മുറിയുകയുള്ളൂ. വൽ മുറാദു ബിൽ ബശറത്തി, തൊലി തമ്മിൽ ചേരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാഹിറുൽ ജിൽദി, തൊലിയുടെ പുറംഭാഗമാണ്. ഒഫീ ഹുക്കുമിഹ, ആ തൊലിയുടെ ഹുക്കുമിൽപ്പെട്ടതാണ് അൽ ലിസാനു, നാവ്. നാവ് തൊട്ടാലും വുളു മുറിയും. വലഹമുൽ അസ്നാനി, പല്ലിൻ്റെ മാംസം, ഊന്, അവിടെ തൊട്ടാലും വുളു മുറിയും. ബിഖിലാഫി സിന്നി, പല്ല് മാത്രം തൊട്ടു ഒരാൾ എന്നാൽ വുളു മുറിയൂല. വദ്ദുഫിരി, നഖം തൊട്ടാലും വുളു മുറിയൂല. വശാരി, മുടി തൊട്ടാലും വുളു മുറിയൂല. വൈൻ നബത്താലൽ ഫർജി, ഗുഹ്യഭാഗത്ത് ഉണ്ടായ രോമമാണെങ്കിൽ പോലും അത് തൊട്ടാൽ വുളു മുറിയൂല. ലാക്കിൻ യുസന്നുൽ വുളൂഉ ബിലംസിൽ മദ്കൂറാത്ത്, ഈ പറയപ്പെട്ട വസ്തുക്കൾ, പല്ല്, നഖം, രോമം, ഇതൊക്കെ തൊട്ട ആളുകൾക്ക് വുളു എടുക്കൽ സുന്നത്താണ്. ഖുറൂജൻ മിനൽ ഖൗലി ബിൻ നഖ്ലി ബിഹ, ഇവയൊക്കെ തൊട്ടാൽ വുളു മുറിയുമെന്നൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട്. വലാ ഫർഖ ഫിൻ നഖ്ലി ബിൽ ലംസി, തൊട്ടാൽ മുറിയുക എന്നിടത്ത് വ്യത്യാസമില്ല. ബൈനൽ ലാമിസി വൽ മൽമൂസ്, തൊട്ട ആളുടെയും തൊടപ്പെട്ട ആളുടെയും ഇടയിൽ വ്യത്യാസമില്ല, രണ്ടാളുടേതും മുറിയും. വ ഖറജ ബി ദക്കരിൻ, പുരുഷൻ, അതുപോലെ വ ഉൻസ, സ്ത്രീ എന്നെല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ പരിധിയിൽ നിന്ന് പോയി. എന്ത്? അത് ദക്കറാനി, രണ്ട് പുരുഷന്മാർ പരസ്പരം തൊട്ടു. വൽ ഉൻസയാനി, രണ്ട് സ്ത്രീകൾ പരസ്പരം തൊട്ടു, എന്നാൽ വുളു മുറിയൂല. ഫലാ നഖ്ല ബൈനഹുമ, രണ്ടാൾക്കിടയിൽ വുളു മുറിയൂല. വ ഖറജ ബി കബീറനി, വലിയവർ എന്ന് പറഞ്ഞല്ലോ, അവിടെ ആ പരിധിയിൽ അത് പറഞ്ഞപ്പോൾ ആ പരിധിയിൽ നിന്ന് പോയി അസ്സഗീറാനി, ചെറിയവരായ രണ്ട് സ്ത്രീയും പുരുഷനും തൊട്ടാലൊന്നും മുറിയൂല. വൽ കബീറു വസ്സഗീറു, ഒന്ന് വലിയതാണ് മറ്റത് ചെറിയതാണ്, എന്നാലും വുളു മുറിയൂല. ഫലാ നഖ്ല ബൈനഹുമ, രണ്ടാൾക്കിടയിൽ വുളു മുറിയില്ല. വൽ മുറാദു ബിൽ കബീരി, കബീർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മിനദ്ദുക്കൂരി, പുരുഷന്മാരിൽ നിന്ന് വലിയവർ, വലിയവൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ലിനാസി, സ്ത്രീകളിൽ നിന്നും മൻ ബലഹ അദ്ദൻ, ഒരു പരിധിയിലെത്തിയവരാണ്. യുസ്തഹ ഇന്ദ അർബാബി തിബായി സലീമത്തി, ശരിയായൊരു പ്രകൃതി, തകരാറില്ലാത്ത ഒരു ശരിയായൊരു പ്രകൃതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കൽ ഈ കുട്ടി കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചെറിയ
ആൺകുട്ടി കണ്ണാൽ ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചാണ് വലിയവർ എന്ന് പറയുന്നത്. ചിലപ്പോൾ രോഗികളായ ആളുകൾക്ക് ഒരു വയസ്സുള്ള കുട്ടിയോടും ലൈംഗികമായ താല്പര്യം തോന്നിയേക്കാം. അത് അവരുടെ തകരാറാണ്. സാധാരണയിൽ ഒരു കുട്ടി ആകർഷിക്കപ്പെടുന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രായത്തിനെയാണ് കബീർ വലിയവർ എന്ന് പറയുന്നത്. ഖറജ ബി ഗൈരി മഹ്റമൈനി, മഹ്റമൈനി അല്ലാത്തത് എന്ന് പറഞ്ഞപ്പോൾ അൽ മഹ്റമാനി, മഹ്റമായ രണ്ടാളുകൾ പരസ്പരം തൊട്ടു, എന്നാൽ ഒന്നും മുറിയൂല. ഫലാ നഖ്ല ബൈനഹുമ. വൽ മഹ്റമു മിനൻ നിസായി, സ്ത്രീകളിൽ നിന്ന് ആരാണ് മഹ്റം? മൻ ഹറുമ നിക്കാഹുഹു അല തഅബീദി, സ്ഥിരമായി കാലാകാലവും അവരെ കല്യാണം കഴിക്കൽ ഹറാമാണ്. അങ്ങനത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളുടെ ഭാര്യയുടെ അനുജത്തിയെ ഈ പെണ്ണ് ഇവൻ്റെ ഭാര്യയായി നിൽക്കുമ്പോൾ അവളുടെ അനുജത്തിയെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് തൊട്ടാലൊന്നും മുറിയാത്ത പ്രശ്നമല്ല, അത് തൊട്ടാലൊന്നും മുറിയും. അതേസമയത്ത് ഈ പെണ്ണിൻ്റെ ഉമ്മ അത് കാലാകാലങ്ങളിലും അവന് കല്യാണം കഴിക്കാൻ പാടില്ലാത്തവരാണ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാലൊന്നും മുറിയൂല. ബി സബബി ഖറാബത്തിൻ, അത് കുടുംബബന്ധം, പെങ്ങള് എന്ന നിലക്ക്, ഔ റലായ് നല്ല മുല കുടിച്ചു എന്ന കാരണത്താൽ, ഔ മുസാറത്തിന് കല്യാണം കഴിച്ചിട്ട് അമ്മായിയാവുക എന്ന കാരണത്താൽ, ഇങ്ങനെയൊക്കെ മഹ്റമായ ആളുകൾ ഈ കാര്യങ്ങൾ, ഇതിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഒളു മുറിയും. അശക്കുഫി ഇന്തിഖാലിൽ വുളു മുറിഞ്ഞോ എന്നതിൽ ഒരാൾക്ക് സംശയം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ലാ യർതഫ്യു യഖീനു വുളൂഇൻ, വുളൂ ഉണ്ട് എന്ന ഉറപ്പ് ഉയരുകയില്ല. ഔ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയാണ് ഇപ്പോഴുള്ളത് എന്ന ഉറപ്പ്, ആ ഉറപ്പ് ഉയർന്നു പോവുകയില്ല. ബിശക്ക് ഫീലിദ്ദിഹി, അതിൻ്റെ നേരെ എതിരിൽ സംശയിക്കുമ്പോൾ. നന്നായി വുളൂ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾ എൻ്റെ വുളൂ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ ആ സംശയം കൊണ്ട് വുളൂ മുറിയില്ല. വുളൂ ഇല്ല എന്നുള്ള ഉറപ്പാണ്, ഞാൻ വുളൂ എടുത്തിട്ടുണ്ടോ എന്ന് പിന്നീട് സംശയമായി, ആ സംശയം കൊണ്ട് ആ വുളൂ ഇല്ല എന്നുള്ള ഉറപ്പ് ഉയർന്നു പോകില്ല. വലാ ബിൽ ലന്നി ഫീഹി, അതിൽ ലന്ന് മികച്ച ഭാവനയുണ്ടായാലും ഉയർന്നു പോകില്ല. അപ്പം ഫയൗഹുദു ബിൽ യക്കീനി, എന്താണോ ഉറപ്പുള്ളത് ആ ഉറപ്പ് കൊണ്ടാണ് അവൻ പിടിക്കേണ്ടത്. ഇസ്തിസ്ഹാബൻ ലഹു, നേരത്തെ ഉള്ള ഉറപ്പിനെ ഇപ്പോൾ ഈ സമയം വരെ സാഹസിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ 3 മണിക്ക് ഒരാൾക്ക് വുളൂ ഉണ്ടെന്ന് ഉറപ്പാണ്, ഇപ്പം 4 മണിക്കാണ് സംശയം വന്നത്. അപ്പം 3 മണിക്കുണ്ട് എന്ന ഉറപ്പ് 3:05, 3:10, 3:40, 3:50, 3:55, 3:40 4 മണിക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നേരത്തെയുള്ള ആ ഉറപ്പിനെ ഇങ്ങോട്ട് സഹവസിപ്പിച്ചിട്ട് ആ ഉറപ്പുമല അയാൾക്ക് പിടിക്കാം. ഫലാ യന്തഖിലുൽ വുളൂ ഇദാ ശക്ക, ഒരാൾ സംശയിച്ചു ഹൽ നാമ അം നാസ, ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്, ആ ഉറക്ക് ശരിയായ ഉറക്കാണോ അല്ല തൂങ്ങി ഉറക്കാണോ എന്ന് സംശയിച്ചു. അങ്ങനത്തെ ഒരാൾ വുളൂ മുറിയില്ല. കാരണം എന്താണ്? വുളൂ ഉണ്ട് എന്നുള്ള അയാൾക്ക് വുളൂ മുറിഞ്ഞോന്നായി സംശയം. അപ്പോൾ ആ സംശയത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഔ ഹൽ കാന മുമക്കിനൻ നംല, ഇരുന്നപ്പോഴാണ് ഉറങ്ങിയത്, ആ ഇരിപ്പിടം ഭദ്രമാക്കിയിട്ടുള്ള ഇരുത്തമാണോ അല്ലേ എന്ന് സംശയിച്ചാൽ അവിടെയും വുളൂ മുറിയൂല. ഔ ഹൽ മാ ലമസഹു മിനൽ മർഅത്തി ശഅറുൻ ഔ ബശറത്തുൻ, ഒരു പെണ്ണ് അതിലൂടെ പോയിട്ടുണ്ട്, തൊട്ടിട്ടുമുണ്ട്, തൊട്ടത് അവളുടെ മുടിയാണോ അതല്ല തൊലിയാണോ എന്ന് സംശയിച്ചാൽ അവിടെയും വുളൂ മുറിയൂല. ഔ ഹൽ മൻ ലമസഹു റജുലുൻ ഔ ഇംറത്തുൻ, 2 ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരാൾ ആണുമാണ് ഒരാൾ പെണ്ണുമാണ്, ഒരാൾ തൊട്ടിട്ടുണ്ട്, ആ തൊട്ടത് ആണാണോ പെണ്ണാണോ എന്ന സംശയം, അവിടെയും വുളൂ മുറിയൂല. നഅം ലൗ അഖ്ബറഹു അദ്ലുൻ, നീതിമാനായ ഒരാൾ പറഞ്ഞു ബിലംസിൽ മർഅത്തിൽ, പെണ്ണ് തൊട്ടിട്ടുണ്ട്, ഇവിടെ കിടന്നപ്പോൾ നീ അങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് നിൻ്റെ പുറത്ത് തൊട്ടത്, വസ്ത്രമില്ലാത്ത പുറത്ത് തൊട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നീതിമാനായ ഒരാൾ ഇവനോട് പറഞ്ഞു. ഔ ബി ഖുറൂജി റീഹിം മിൻഹു, അല്ലെങ്കിൽ ഇവനിൽ നിന്ന് കാറ്റ് പുറത്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫി ഹാലി നൗമിഹി മുമക്കിൻ, നീ ഭദ്രമായിട്ടൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷേ നിൻ്റെ വയറ്റിൽ നിന്ന് വുളൂ മുറിയുന്ന രംഗം ഉണ്ടായത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു നീതിമാൻ പറഞ്ഞു. വജബ അലൈഹിൽ അഖ്ദു ബി ഖൗലിഹി, നീതിമാനായ ആളാണല്ലോ പറഞ്ഞത്, അയാളുടെ വാക്ക് സ്വീകരിക്കൽ ഇവന് നിർബന്ധമാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞത് സ്വീകരിച്ചേ മതിയാവും. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. വുളൂ മുറിയുന്ന കാര്യം
ഉണ്ടായാൽ വളരെ ഉറപ്പ് വന്നാൽ വേഗം വുളു എടുത്തിട്ട് ശുദ്ധി വരുത്തിയിട്ടാണ് പിന്നീട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.